നമസ്കാരം. നൂതന വാർത്താ വിതരണ സംവിധാനത്തിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം നേടിയ ടൈം റേഡിയോയിലേക്ക് സ്വാഗതം. ഡയറക്ടർ റജി നായർ, പോസിറ്റീവ് ടോക്ക്. ഇന്നത്തെ പോസിറ്റീവ് ടോക്ക് അല്പം ദുഃഖകരമാണ്. ഇന്ത്യക്ക് ആകമാനം തന്നെ ദുഃഖം സമ്മാനിച്ചിരിക്കുന്ന ഒരു സുദിനമാണ് കടന്നുപോയത്. പറയാതെ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും, നമ്മളെ തബല കൊണ്ട് മാന്ത്രിക ലോകത്തേക്ക് നയിച്ച ആ വിരൽ സ്പർശം അസ്തമിച്ചിരിക്കുകയാണ്. ഉസ്താദ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ്റെ തബലവാദ്യം കേരളക്കാർക്കും അന്യമല്ല. കോഴിക്കോടും തിരുവനന്തപുരത്ത് സൂര്യ ഫെസ്റ്റിവലിലും കോഴിക്കോട് മലബാർ മഹോത്സവത്തിലും അതുപോലെ തന്നെ പെരുവനത്തും എത്തിയ അദ്ദേഹം നമ്മെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്, ഹൃദയം കൊണ്ട് ആ താളപ്പെരുക്കും. ദീർഘകാലം അമേരിക്കയിൽ വാസമനുഷ്ഠിച്ച സക്കീർ ഹുസൈൻ്റെ അന്ത്യവും അമേരിക്കയിൽ തന്നെയായിരുന്നു. 1951 മുംബൈയിലെ മഹിമിൽ ജനിച്ച സക്കീർ ഹുസൈൻ കുട്ടിക്കാലം മുതൽ തന്നെ പിതാവിൽ നിന്നും തബലയുടെ ആദ്യ താളലോകത്തേക്ക് കടക്കുകയായിരുന്നു. പിതാവ് നിർദ്ദേശിച്ച പ്രകാരം, അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ആ ലാളിത്യം ജീവിതകാലം മുഴുവൻ തുടർന്നതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അണിയറയിൽ മാത്രമുണ്ടായിരുന്ന താളവാദ്യമായ തബലയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നതും ലോകത്തെ ഇന്ത്യൻ സംഗീതത്തെ പരിചയപ്പെടുത്തിയതും സക്കീർ ഹുസൈൻ എന്നതിൽ സംശയമില്ല. ഉസ്താദ് സക്കീർ ഹുസൈൻ പലപ്പോഴും പറയാറുണ്ട്, തന്നെ ഉസ്താദ് എന്ന് വിശേഷിപ്പിക്കരുതെന്ന്. പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും താനൊരു മാസ്റ്ററാകണം എന്നല്ല, ഒരു വിദ്യാർത്ഥിയാകണമെന്നാണ്. ഇന്നും വിദ്യാർത്ഥിയായിക്കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അന്ത്യനാൾ വരെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ആ ലാളിത്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. സംഗീത പാരമ്പര്യ ലോകത്ത് ഹിന്ദുസ്ഥാനിക്ക് പുറമെ കർണാടക സംഗീതവും പാശ്ചാത്യ സംഗീതവും ഒരുപോലെ അദ്ദേഹം കൈവിരലിനാൽ മന്ത്രിക്കുകയായിരുന്നു. ആ മാന്ത്രിക സ്പർശത്തെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് 19-ാം വയസ്സിൽ തന്നെ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാക്കിക്കൊണ്ടായിരുന്നു. ഒപ്പം തന്നെ ശക്തി എന്നുള്ള മ്യൂസിക് ബാൻഡിലൂടെ ലോകത്തെ പ്രഗത്ഭരായ സംഗീതജ്ഞന്മാരോടൊക്കെ അദ്ദേഹം തബല വായിച്ചു. ആ തബലയുടെ മാന്ത്രിക സ്പർശം ഒരു ഹൃദയതാളം പോലെ മനുഷ്യർ ഏറ്റെടുക്കുകയായിരുന്നു. സക്കീർ ഹുസൈൻ്റെ ജന്മകാലത്ത് പിതാവ് അല്പം രോഗശൈലിയായി. എല്ലാ ബന്ധുജനങ്ങളും പറഞ്ഞു, മകൻ്റെ പിറവി ഒരു ശാപജന്മമാണ്, അതുകൊണ്ടാണ് പിതാവിനെ രോഗശൈലിയാക്കിയതെന്ന്. എന്നാൽ ഒരു ഫക്കീർ വന്നിട്ട് പറഞ്ഞു, ഇവൻ നിസ്സാരക്കാരനല്ല, പിതാവിൻ്റെ അസുഖം മാറ്റും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സക്കീർ ഹുസൈൻ എന്ന പേര് തന്നെ നൽകപ്പെട്ടത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കുട്ടിക്കാലം മുതൽ തന്നെ മേശയിലും പാത്രങ്ങളിലും താളം പിടിച്ച സക്കീർ ഹുസൈൻ്റെ കഴിവിനെ പിതാവ് തന്നെ തിരിച്ചറിയുകയായിരുന്നു. അദ്ദേഹം വേണ്ടത്ര പ്രോത്സാഹനം നൽകി, ആദ്യ ഗുരുവായി. പിന്നീട് ജീവിതത്തിൽ അങ്ങോളം തുടരേണ്ട ലാളിത്യ ജീവിതവും പിതാവ് പകർന്നു നൽകിയതാണ്. 12-ാം വയസ്സിൽ പിതാവ് അമേരിക്കൻ യാത്രയ്ക്ക് പോയപ്പോൾ പാറ്റ്നയിൽ നിന്നും ഒരു ഉത്സവത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി പിതാവിനുള്ള കത്ത് വരുന്നു. കത്ത് വായിച്ച സക്കീർ ഹുസൈൻ മറുപടി നൽകി. പിതാവ് വിദേശത്ത് പോയതാണ്, മകനെ പറഞ്ഞയക്കാം എന്നുള്ള രീതിയിൽ പിതാവ് എഴുതുന്ന പോലെയായിരുന്നു ആ കത്ത്. സക്കീർ ഹുസൈൻ മകനെ അയച്ചാൽ മതി എന്ന് സംഘാടകർ അറിയിക്കുന്നു. കത്ത് കിട്ടിയ വിവരം മാതാവിനോടും പോലും മറച്ചുവെച്ച് സുഹൃത്തുക്കളിൽ നിന്നും പണം സ്വരൂപിച്ച് സക്കീർ ഹുസൈൻ പാറ്റ്നയിലേക്ക് വണ്ടി കയറുന്നു. അവിടെ ആ ഉത്സവത്തിൽ വലിയ പ്രഗത്ഭരോടൊപ്പം 12-ാം വയസ്സിൽ തബല വായിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഉൾക്കിടിലമുണ്ടായെങ്കിലും ആ 2 ദിവസത്തെ വേദി സക്കീർ ഹുസൈൻ മനോഹരമാക്കി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത സബരയാണ് ആ കലാജീവിതം ലോകത്തിന് മുന്നേ സമർപ്പിച്ചത്. പിന്നീടുള്ളതെല്ലാം ചരിത്രം നമുക്ക് സാക്ഷ്യം. ഒപ്പം തന്നെ നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടവും കൂടി സക്കീർ ഹുസൈൻ സമ്മാനിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല,
നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ഒട്ടേറെ വിദേശമേളകളിലടക്കം പ്രദർശന വിജയം നേടിയ കാൻ ഫെസ്റ്റിവലിലടക്കം പ്രദർശന വിജയം നേടിയ വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയതും സക്കീർ ഹുസൈനായിരുന്നു. ആ സംഗീതം ഇന്നും മലയാള സിനിമയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തല സംഗീതമായി തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മലയാളികൾക്കുള്ള സമ്മാനം. ഒപ്പം തന്നെ സംഗീതത്തെ, തബലയെ സ്നേഹിച്ച പോലെ തന്നെ അദ്ദേഹം മലയാളികളായ ആരാധകരെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു അവസരം കിട്ടിയാലും കേരളത്തിൽ വന്ന് തൻ്റെ തബലയിലൂടെ ജനങ്ങളോട് മന്ത്രിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. വീണ്ടും കേരളത്തിലേക്ക് വരുവാനും സൂര്യ ഫെസ്റ്റിവലിൽ ശോഭനയുടെ നൃത്തച്ചുവടിന് അനുസരിച്ച് തബലവാദ്യത്തിലൂടെ ഒരു സംഗീത വിരുന്നൊരുക്കാൻ അദ്ദേഹം ശ്രമം ആയിരുന്നുവെന്ന് സൂര്യ കൃഷ്ണമൂർത്തി തന്നെ പറയുന്നു. പക്ഷേ അത് നമുക്ക് ഒരു സ്വപ്നമായി അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ വിടവാങ്ങൽ. ഇത് മലയാളികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്കാണ് ഈ അതുല്യ പ്രതിഭയുടെ, ഈ മഹാപ്രതിഭയുടെ വിയോഗം സമ്മാനിച്ചിരിക്കുന്നത്. ചില പ്രതിഭകൾ അങ്ങനെയാണ്. സംഗീതം തൻ്റെ പ്രവൃത്തി മേഖല അതൊന്നുമല്ലാതെ തന്നെ ജീവിതം കൊണ്ട് തന്നെ വല്ലാത്തൊരു മാതൃക സൃഷ്ടിക്കും. ആ മാതൃക തന്നെയായിരുന്നു നമുക്ക് പകരം വയ്ക്കാനാവാത്ത ഉസ്താദ് സക്കീർ ഹുസൈൻ. നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ തങ്ങുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ താജ് ടീക്ക് വേണ്ടി അദ്ദേഹം നൽകിയ പരസ്യം തന്നെ. उस्ताद नजर की उस्ताद पहचान, हजारों में एक चाय, ताजमहल, क्या रंग क्या महक। वाह उस्ताद। अरे हुजूर वाह ताज बोलिए। वाह ताज। വാത്താജ് എന്ന് പറഞ്ഞ് പാറിപ്പറന്ന മുടിയിഴകളാൽ അദ്ദേഹത്തിൻ്റെ ആ മാന്ത്രിക വിരൽ സ്പർശത്തിൻ്റെ ആ മാന്ത്രികത, ആ വേഗത എല്ലാം നമുക്ക് ആ പരസ്യചിത്രത്തിൽ തന്നെ അതിവ്യക്തമാണ്. ഒപ്പം തന്നെ അദ്ദേഹം 2 സിനിമകളിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ ദൂരദർശൻ്റെ പഴയൊരു ഗാനമുണ്ട്, ഏ സുര അമാര എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭാഷകൾ ഊന്നിയുള്ള ഒരു സംഗീത ശില്പം. അതിൽ അദ്ദേഹം ഒരു നൃത്ത ചുവടിനനുസരിച്ച് വളരെ മാന്ത്രിക വിരൽ പതിക്കുന്നതും ചരിത്രമായിട്ട് നമുക്ക് കാണാം യൂട്യൂബിലൊക്കെ. അപ്പോൾ ഇത്തരം രീതിയിൽ എല്ലാ മേഖലയിലായാലും അദ്ദേഹം തൻ്റെ പ്രതിഭ തെളിയിക്കുന്നു. ജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രകൃതം കൊണ്ടും മലയാളികളെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരെ നെഞ്ചേറ്റാനുള്ള പ്രാപ്തി, അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭ എല്ലാവരും അടുത്തറിഞ്ഞതാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം വിട പറയുമെന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളുടെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുസൃതി അദ്ദേഹം തൻ്റെ വേദികളുടെ പരിപാടിയിൽ ഒപ്പിക്കുമായിരുന്നു. സംഗീതജ്ഞരോടൊക്കെ അദ്ദേഹം പറയും, ഈ വേദിയിലെ ആളുകളുമായി സംവദിക്കുന്ന നമ്മുടെ സംഗീത വിരുന്നിനൊപ്പം ചില കുസൃതികളും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുവടുകൾ മാന്ത്രിക വിരലുകൾ നയിക്കുമ്പോഴും അത്തരം ചിരിക്കാനുള്ള വക കൂടി അദ്ദേഹം നൽകുമായിരുന്നു എന്നുള്ളതാണ്. കുതിരയെ പായിക്കുന്ന പോലെയും അതുപോലെ പ്രാവിൻ്റെ ചിറകടി പോലെയൊക്കെ അദ്ദേഹം തബലയിലൂടെ മന്ത്രിക്കുമായിരുന്നു. ഇതെല്ലാം ആളുകളെ രസിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവും അങ്ങനെ തന്നെ ഒരു ചെറിയ കുസൃതി ഒപ്പിച്ചായിരുന്നു. ആദ്യം ശനിയാഴ്ച വിടവാങ്ങിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളും ആദ്യം വാർത്ത നൽകി. പിന്നീട് നമ്മുടെ വാർത്താവിതരണ മന്ത്രാലയവും ആ മരണവാർത്ത ശരിവച്ചിരുന്നെങ്കിലും അല്പം കഴിഞ്ഞാണ് അദ്ദേഹം മരിച്ചില്ല എന്ന് ബന്ധുക്കൾ അറിയിക്കുന്നത്. എന്നാൽ അവിടെയും ആ കുസൃതി കാണിച്ചുകൊണ്ട്, മരണത്തിലും ആ കുസൃതി ശേഷിപ്പിച്ചുകൊണ്ട് 7 മണിക്കൂർ കൂടി ജീവിതം നീട്ടിയാണ് അദ്ദേഹം വിടവാങ്ങിയത്. ലോകത്തെവിടെ സഞ്ചരിച്ചാലും ആ ലാളിത്യത്തിൻ്റെ മുഖമുദ്രയായി അദ്ദേഹത്തിൻ്റെ ബാഗും തബലയും അദ്ദേഹം തന്നെ ചുമന്നിരുന്നു. ഇന്ന് ചെറിയൊരു പടവ് കയറുമ്പോഴേക്കും 100,000 അസിസ്റ്റൻറ്റുമാരുള്ള കലാലോകത്തെ ഒട്ടേറെ പേരെ നമുക്കറിയാം. സിനിമാ രംഗത്തായാലും മറ്റ് കലാരംഗത്തായാലും മാനേജർമാരും ചുറ്റും ഉപജാപ സംഘങ്ങളും ചുറ്റിക്കറങ്ങുന്നിടത്താണ് ലോകം തന്നെ നെറുകയിലേറ്റിയ സക്കീർ ഹുസൈൻ്റെ ലാളിത്യ ജീവിതം. എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കുവാൻ, ആ തബലയുടെ താളപ്പെരുക്കം അനുഭവിച്ചറിയുവാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയിരുന്നത്. ഭാഷാ വ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെ ആ സംഗീതജ്ഞൻ്റെ വിരൽ മാന്ത്രിക സ്പർശത്തിൽ മുഴുകി ആ മാന്ത്രിക ലോകത്ത് ആ സംഗീതത്തിൻ്റെ ഹൃദയതാളം നെഞ്ചേറ്റുവാൻ ആരാധകർ വന്നണയുകയായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും ദുഃഖിപ്പിച്ച ഒരു സമ്മാനം അതും നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് സംഭവിച്ചത്. മലബാർ മഹോത്സവം 2000 നടക്കുമ്പോൾ ജനനിബിഡമായ സദസ്സ്
കൈയടിച്ച് ഹൃദയമേറ്റി വാങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഉസ്താദ് അള്ളാര ഖാൻ്റെ വിയോഗ വിവരം വരുന്നത്. അന്ന് നമ്മുടെ ഇതിൻ്റെ ചുമതലക്കാരനായ മലബാർ മഹോത്സവത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ജില്ലാ കലക്ടർ അമിതാഭ് കാന്തിനാണ് വിവരം ലഭിച്ചത്, പിതാവ് വിടവാങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു അവസരത്തിൽ ആ കലാപ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നു. തബലയുടെ വാദ്യത്തിനനുസരിച്ച് പ്രശസ്ത ചിത്രകാരൻ MF ഹുസൈൻ സ്റ്റേജിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അദ്ദേഹത്തോട് പിതാവിൻ്റെ വിയോഗ വാർത്ത അറിയിക്കുമെന്നറിയാതെ സംഘാടകർ വല്ലാതെ കുഴങ്ങി. എങ്കിലും ആ ചടങ്ങ് പൂർത്തിയാകും വരെ അദ്ദേഹത്തെ വിവരം ധരിപ്പിക്കേണ്ട എന്നായിരുന്നു സംഘാടകരുടെ തീരുമാനം. കാരണം അദ്ദേഹം അതിൽ മതിമറന്ന് ലയിച്ച് തബലയെ തൻ്റെ ചുണ്ടുകളാക്കി മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട പിതാവിൻ്റെ വിയോഗ വാർത്ത വരുന്നത്. ആ വിവരം അദ്ദേഹത്തിൻ്റെ ആഹ്ലാദ നിമിഷങ്ങൾക്ക് വിഘ്നം വരാതിരിക്കാൻ വേണ്ടി അവർ മറച്ചുവെച്ചു. ആ കലാപ്രകടനത്തിൻ്റെ അന്ത്യത്തോടെ വീണ്ടും അദ്ദേഹം ആരാധകരുടെ ഈ ഒരു പ്രോത്സാഹനം കണ്ട് മതിമറന്ന് വീണ്ടും വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിലാണ് കലക്ടർ അമിതാഭ് കാന്ത് അദ്ദേഹത്തെ വേദിക്ക് പുറകിലേക്ക് കൊണ്ടുവന്ന് ഈ പിതാവിൻ്റെ പ്രിയപ്പെട്ട പിതാവ് വിടവാങ്ങിയെന്ന വിവരം അറിയിക്കുന്നത്. അപ്പോഴേക്കും ഹോട്ടൽ മുറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും മറ്റും എടുത്ത് കാറ് തയ്യാറാക്കിയിരുന്നു. കോഴിക്കോട് നിന്ന് നേരിട്ട് മുംബൈയിലേക്ക് വിമാനമില്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് കാറിൽ അയച്ചു. പെട്ടെന്ന് തന്നെ വിമാന ടിക്കറ്റ് തയ്യാറാക്കി അവിടെ നിന്നും മുംബൈയിലെത്തിച്ച് പിതാവിൻ്റെ മരണച്ചടങ്ങിൽ പങ്കുകൊള്ളുകയായിരുന്നു. പ്രിയ സഹോദരിയുടെ വിടവാങ്ങലിനൊപ്പം തന്നെ പിതാവിൻ്റെ വിടവാങ്ങലും ഉസ്താദ് സക്കീർ ഹുസൈനെ വല്ലാതെ ഉലച്ചു പിന്നീടുള്ള നാളുകൾ. എങ്കിലും അദ്ദേഹം തൻ്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നത് വേദികളിൽ ആരാധകരുടെ നടുക്കായിരുന്നു. അവിടെ തൻ്റെ കൈവിരലുകൾ ചുണ്ടുകളായി മന്ത്രിച്ച് ഹൃദയതാളം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭാഷാന്തര വ്യത്യാസമില്ലാതെ ആ സംഗീതത്തിൻ്റെ ആ ലയ പൂർണിമയിൽ അതിൻ്റെ താളാത്മകതയിൽ എല്ലാം ഒഴുകി കഴിയുമ്പോഴാണ് അദ്ദേഹം 73-ാം വയസ്സിൽ, 73 അത്ര വലിയ പ്രായമല്ല, വിട്ടുപോകേണ്ട പ്രായമല്ല, എങ്കിലും ഈ സംഗീത ലോകത്ത് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം. ഭൗതിക ശരീരം മാത്രമാണ് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ബാക്കി വെച്ച ആ തബലയുടെ മാന്ത്രിക ചലനങ്ങൾ എന്നും മലയാളി എന്നല്ല ലോകം മുഴുവൻ സംഗീതത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലുണ്ടാകും. ഈ വെറുമൊരു വാദ്യോപകരണമായി അണിയറയ്ക്ക് പുറകിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന തബലയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ സംഗീതത്തെ ലോക സംഗീതത്തിലേക്ക് തബല കൊണ്ട് എത്തിച്ച ആ മഹാനുഭാവൻ എക്കാലവും സംഗീതമുള്ളിടത്തോളം കാലം ഒരു പാഠപുസ്തകമായി തന്നെ അവശേഷിക്കും. ഒപ്പം അദ്ദേഹത്തിൻ്റെ ലാളിത്യമാർന്ന ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ഇതെല്ലാം തന്നെ നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. അതാണ് ഈ വിയോഗത്തിനിടയിലും ഒരു പോസിറ്റീവ് ടോക്കിലേക്ക് സക്കീർ ഹുസൈൻ്റെ വിയോഗം നമുക്ക് ദുഃഖമുണ്ടാക്കുന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ ഈ പോസിറ്റീവ് ടോക്കിൻ്റെ ഈ മോട്ടിവേഷനായിട്ട് തന്നെ നമ്മൾ പറയുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ലളിതപൂർണമായ ജീവിതവും സംഗീതത്തിന് വേണ്ടി തൻ്റെ കലാസബരയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ആ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ജീവിത വളർച്ച നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. അതാണ് ഇന്നത്തെ മോട്ടിവേഷൻ എന്നാണ് കരുതുക. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ടൈം മീഡിയ പോസിറ്റീവ് ടോക്ക്. ടൈറ്റിൽ ക്രെഡിറ്റ് ജപ്പാൻ സ്ക്വയർ, ദ കംപ്ലീറ്റ് മൊബൈൽ ഹബ്, തിരൂർ, മഞ്ചേരി, എറണാകുളം.